നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും പലയിടങ്ങളിലായി റംദാൻ എത്തി നിൽക്കുകയാണ്. ഇതിന് പിന്നാലെ UAE ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി റംദാൻ പെരുന്നാളിൻ്റെ കോവിഡ് നിബന്ധനകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. വിശുദ്ധ റംദാൻ മാസത്തിൽ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനയായ തറാവീഹ് പ്രാർത്ഥന പള്ളികളിൽ നടത്താമെന്ന് ചൊവ്വാഴ്ച അറിയിച്ചു. പ്രധാന മുൻകരുതലുകൾ ഇങ്ങനെയാണ്. ഒന്നാമത്തേത്, പള്ളികളിൽ കർശനമായ കോവിഡ് സുരക്ഷാ മുൻകരുതലുകൾ നടപ്പാക്കുമെന്ന് NCEMA അറിയിച്ചു. പ്രാർത്ഥനയുടെ പരമാവധി ദൈർഘ്യം 30 മിനിറ്റുകൾക്ക് നിയന്ത്രിച്ചിരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ പള്ളികൾ അടയ്ക്കും. രണ്ടാമത്തേത്, വനിതകൾക്കുള്ള പ്രാർത്ഥനാ ഹാളുകൾ അടച്ചിരിക്കും. പള്ളികളിലെ മത പ്രഘോഷണവും ചർച്ചകളും തൽക്കാലത്തേക്ക് ഉണ്ടാകില്ല. പകരം ഓൺലൈനിലൂടെ നടക്കും. റംദാനിലെ അവസാന 10 ദിവസങ്ങളിൽ അർദ്ധരാത്രി കഴിഞ്ഞുള്ള പ്രത്യേക പ്രാർത്ഥനകളെക്കുറിച്ച് അധികൃതർ പൊതുജനങ്ങളെ അറിയിക്കും. രാജ്യത്തെ കോവിഡിന്റെ സ്ഥിതി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇത്. മൂന്നാമത്തേത്, വിശുദ്ധ റംദാൻ 1 മാസത്തിനുള്ളിൽ ആരംഭിക്കും. കോവിഡ് രോഗവ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ മാർച്ച് മാസം പള്ളികൾ ആദ്യമായി അടച്ചത്. ജൂലൈയിൽ ദിവസേനയുള്ള 5 പ്രാർത്ഥനകൾക്കായി വീണ്ടും തുറന്നുവെങ്കിലും വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നിർത്തിവെച്ചിരുന്നു. ഡിസംബർ 4 വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ പുനരാരംഭിച്ചു. ഒപ്പം രാജ്യത്ത് ഇഫ്താർ ടെന്റുകൾ പാടില്ല. ഉച്ചഭക്ഷണം പങ്കുവെക്കുന്നതിനും വിലക്കുണ്ട്. ആരോഗ്യകരവും സുരക്ഷിതവുമായ സമൂഹത്തിനായി റംദാനിടയിലെ വൈകുന്നേരമുള്ള ഒത്തുചേരലുകൾ എല്ലാവരും ഒഴിവാക്കണമെന്നും കുടുംബ കൂട്ടായ്മകൾ പരിമിതപ്പെടുത്തണമെന്നും NCEMA അറിയിച്ചു. വീടുകളിലും കുടുംബങ്ങളിലും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനും പങ്കുവെക്കുന്നതിനും വിലക്കുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം ഭക്ഷണം പങ്കുവെക്കാം. കുടുംബ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഫ്താർ ടെന്റുകൾ അനുവദിക്കില്ല. പൊതുയിടങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ പങ്കുവെക്കാനോ വീടുകൾക്കും പള്ളികൾക്കും മുമ്പിൽ ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യാനോ പാടില്ല. ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ചാരിറ്റികളുമായി സഹകരിച്ച് ചെയ്യാവുന്നതാണ്. റെസ്റ്റോറന്റുകൾക്കകത്തും പുറത്തും ഇഫ്താർ വിരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് വിലക്കുണ്ട്. പള്ളികൾക്കുള്ളിൽ ഇഫ്താർ വിരുന്നുകൾ നൽകില്ല. സുരക്ഷാ നടപടികൾ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനായി പരിശോധനകൾ നടത്തും. ലംഘിക്കുന്ന വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. പ്രായമായവരും ഗുരുതരാവസ്ഥയിലുള്ളവരും സുരക്ഷ ഉറപ്പാക്കാനായി ഇത്തരം ഒത്തുചേരലുകൾ ഒഴിവാക്കണം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.